ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി കൃഷി അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് കണ്ടോ, എല്ലാ കണ്ടയിലും നമുക്ക് അത്യാവശ്യം കായൊക്കെയായി. അപ്പം നമ്മൾ മെയിനായിട്ട് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് തക്കാളി നടുമ്പോൾ ഉള്ള അതിൻ്റെ ഓരോ വേര് ചീയൽ അങ്ങനെ പല പല അസുഖങ്ങൾ നമ്മൾ തക്കാളിക്ക് നടുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതിനെയെല്ലാം പ്രതിരോധിച്ച് എങ്ങനെ നമുക്ക് തക്കാളി വളർത്തിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഈ പല രീതിയിലുള്ള തക്കാളി ഉണ്ട്, കായ്ച്ചതുണ്ട്, നട്ടതുണ്ട്, പകുതി ആയതുണ്ട്. അപ്പം എല്ലാം നമ്മുടെ ഇതിലുണ്ട്. മെയിനായിട്ട് നമുക്ക് തക്കാളി നടുമ്പം പ്രധാനമായിട്ട് വരുന്നത് ഈ വേര് ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നമാണ് ഉണ്ടാവാറ്. അപ്പം നമ്മൾ മണ്ണ് ചാക്കിനകത്ത് എടുക്കുമ്പം അതിനകത്ത് മണ്ണ് നിറയ്ക്കുമ്പോൾ നമ്മൾ അതിനകത്ത് സ്യൂഡോമോണസോൾ ഇട്ട് വെച്ചിട്ട് 3 ദിവസം നമ്മൾ അതിനകത്ത് മണ്ണ് മിക്സ് ചെയ്യുന്നതിനകത്ത് ഇട്ട് വെക്കും. അപ്പം ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ആ മണ്ണെടുത്തിട്ട് നമ്മൾ ചാക്കിനകത്ത് നിറച്ച് നടുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഇതിന് വരുന്ന വേര് ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും. പിന്നെ നമ്മൾ ഇതിനകത്തെല്ലാം നമ്മൾ സ്യൂഡോമോണസോൾ ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇതിനു മുമ്പ് വെച്ച തക്കാളിയൊക്കെ നമുക്ക് ഒരുവിധം ഈ ഹൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും വേര് ചീഞ്ഞു പോകുമായിരുന്നു. അപ്പം ഇപ്രാവശ്യം ആ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് നല്ല രീതിയിൽ തക്കാളി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്തത് ഒരു ഈ ഹൈറ്റ് ഒക്കെ ആകുമ്പോഴേക്കും, അതായത് പൂക്കുന്ന സമയമാകുമ്പോഴേക്കും 19 നമ്മൾ ഇതൊരു പൗഡർ ഫോമാണ്, ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് നമ്മുടെ 19 നമ്മൾ അതൊരു ക്രിസ്റ്റൽ, ഒരു ചെറിയ പൊടി പോലെ, ഒരു തരി പോലെ ഇരിക്കുന്ന ഒരു ഇതാണ്. അപ്പം നമ്മളത് 5 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം അതിന് നല്ലതായിട്ട് വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൂക്കുകയും ചെയ്യും, നല്ല രീതിയിൽ കാ പിടിക്കുന്നുമുണ്ട്. അത് ഇലയിൽ സ്പ്രേ ചെയ്യുന്നതാണ് പെട്ടെന്ന് അതിന് നല്ല രീതിയിൽ, നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്നതിലും കൂടുതൽ എഫക്റ്റ് നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു താങ്ങ് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മുടെ വീടിൻ്റെ പണി നടന്നപ്പോൾ കുറേ പൈപ്പിൻ്റെ കഷ്ണങ്ങൾ കിടപ്പുണ്ടായിരുന്നു. കാരണം നമ്മൾ ആ പൈപ്പ് കുത്തി വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഇത് ഒടിഞ്ഞു പോകാതെ നല്ല രീതിയിൽ ഈ വാഴനാര് വെച്ച് അങ്ങ് കെട്ടി കൊടുക്കുകയാണെങ്കിൽ തണ്ടും മുറിഞ്ഞു പോവുകയില്ല, നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ കോവലിൻ്റെ വള്ളി കൊടുത്ത് പന്തലിട്ടേക്കുന്നതിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. അപ്പം ഇത് കോവലിൻ്റെ പന്തലിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ അതങ്ങ് കയറിപ്പോയി. അതുപോലെ തന്നെ ഇത് ഇവിടെ ഉണ്ട് കേട്ടോ, കുറേ ഇതിനകത്തുമൊക്കെ നമുക്ക് തക്കാളി ഇതുവരെ എടുത്തിട്ടില്ല, ഇത് ഉണ്ടായതേ ഉള്ളൂ. അപ്പം ഇത് കണ്ടോ, മേളിലൊക്കെ നിറച്ച് തക്കാളി, എല്ലാ കമ്പിലും നിറച്ച് തക്കാളി പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട്, അത് 2 വർഷമായിരുന്നു വെച്ചിട്ട്, അതും കായ്ക്കാതെ നിൽക്കുമായിരുന്നു. അപ്പം നമ്മൾ ഈ 19 അടിച്ചു കൊടുത്തപ്പം അതും കായ്ച്ചു, അതിലും നിറച്ച് കായ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അന്ന് ഗ്ലാസ്സിനകത്ത് നമ്മൾ കുറച്ച് വിത്തൊക്കെ മുളപ്പിച്ച് തൈയൊക്കെ പാകി വെച്ചേക്കുന്ന കാണിച്ചായിരുന്നു. അതൊക്കെ നമ്മൾ വെച്ച വീഡിയോ നമ്മൾ വെക്കുന്നതിൻ്റെ എപ്പോഴും വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എപ്പോഴും നമ്മളത് കാണിച്ച് നിങ്ങളെ വെറുപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് വെക്കുന്നതൊന്ന് കാണിക്കാൻ. നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെ ചാണകമൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ ഇപ്പം 19 അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അടിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇത് കുറച്ചുകൂടെ ആയിട്ട് അടിക്കാനായിട്ട്. ഇത് കണ്ടോ, ഇത് അത്യാവശ്യം നല്ല കരുത്തോടു കൂടി തന്നെ നമ്മുടെ വഴുതന ദേ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുളക് ദേ വരുന്നുണ്ട്. നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം 2 വർഷം ആയതായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അടിച്ചു കൊടുത്തപ്പോൾ ഇത് കണ്ടോ, ഞങ്ങൾ കണ്ടുപോലും ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ ചുമന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മിറാക്കിൾ ഫ്രൂട്ട് കായ്ച്ചത് കണ്ടേ. ഇവിടെ എല്ലാം ഉണ്ട്, ഇത് കണ്ടോ, ഇതിങ്ങനെ ഇല തിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് കണ്ടോ വേണ്ട ഉണ്ടോ. ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചിട്ട് നമ്മൾ വേറെ എന്ത് കഴിച്ചാലും നല്ല മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. അത് ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതെന്താ സംഭവം എന്ന് ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാമ്പയൊക്കെ പറിച്ചു കേട്ടോ. ഇപ്രാവശ്യവും നമ്മുടെ ചാമ്പ പൂത്തു. പൊക്കമൊന്നും വെക്കാതെ നമ്മൾ
വലിയ പൊക്കം വെക്കാതെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന്ന് നമ്മൾ ഇതിനു മുമ്പൊക്കെ പറിച്ചു കേട്ടോ. ഇത് വേറെ കൊലയാ. ഇത് കണ്ടോ, ഒരു കൊലയിൽ എത്ര എണ്ണമാണെന്ന് കണ്ടോ, നിറച്ച് പൂത്തിട്ടുണ്ട്. ഒട്ടും ഹൈറ്റ് ഇല്ല. ആ ഹൈറ്റിൽ നിന്ന് നമ്മുടെ എല്ലാ കമ്പിലും ഇതുണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്കത് ചാമ്പ കിട്ടുന്നു. അപ്പം നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.